ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബദാം ഷേക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ കസ്റ്റർഡ് പൗഡർ കുറച്ച് പാലിൽ കലക്കിയെടുത്തിട്ട് ഒന്ന് തിളച്ച പാലിൽ ഒഴിച്ച് കുറുക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇളക്കി അത് ഒന്ന് കലക്കിയെടുത്തിട്ട് പാലിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുത്തൊന്ന് തിളപ്പിക്കണം. എന്നിട്ട് അത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷമേ പിന്നെ നമുക്ക് എടുത്ത് പാലൊഴിച്ച് അടിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാല്. അതിലേക്ക് ഇത് ഒഴിക്കണം. അപ്പോൾ ബദാം ഷേക്ക് നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഇതുപോലെയാണോ എന്ന് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം. ഒന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ള ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തിയാലേ അവരൊക്കെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയുള്ളൂ. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ഇടുകയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് മൈക്കൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫോണിലാണ് പറയുന്നതൊക്കെ. അപ്പോൾ വോളിയത്തിൻ്റെ സംസാരിക്കുമ്പോഴൊക്കെ ക്ലിയർ ആവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഞാനത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനായിട്ട് കശുവണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാലൊഴിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ആ കസ്റ്റർഡ് പൗഡർ പാലൊഴിച്ച് കുറുക്കി വെച്ചത് പഞ്ചസാരയും മറ്റേ ഇതിൻ്റെ പാലും ഒഴിച്ചിട്ട് എസൻസ് ഒഴിക്കുന്നുണ്ട്. വാനിലയുടെ എസൻസാണ് ഞാൻ ചേർക്കുന്നത് അതിനകത്ത്. അതും ചേർത്ത് പാലും ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് കുറച്ച് ബദാമും കൂടി ഇടണം. എന്നിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ബദാം ഷേക്കല്ലേ, ബദാം ഇട്ടില്ലെങ്കിൽ എങ്ങനെ ശരിയാവണം. അപ്പോൾ ബദാമിട്ട് ഒന്ന് അടിച്ച് എടുത്ത് രണ്ടാമത് ഞാൻ ആ ബദാമും കുറച്ച് കശുവണ്ടി ഇരുന്നേച്ചതും കൂടെ ഒന്ന് പാലൊഴിച്ച് രണ്ടാമതും അടിച്ചെടുത്തു. പിന്നെ കുറച്ച് ബദാം എടുത്ത് കുഞ്ഞായിട്ടൊന്ന് ഇതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം അഴിച്ചപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ബദാം ഷേക്ക് റെഡിയാക്കി. ഇനി ഞാനത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ അത് എല്ലാം പകർത്തി കഴിഞ്ഞിട്ട് പുറമെ ആ ബദാമൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് പുറമെ ഒന്ന് തൂക്കിക്കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ബദാമിൻ്റെ എടുത്ത് ഞാനും മോനും കൂടെയാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ താങ്ക് യു.